ആരാ പറഞ്ഞേ? നമ്മുടെ കവചമുണ്ടല്ലോ. ആ കവചമുണ്ടല്ലോ അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് മറുപടി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ വിദ്വാൻ 40 മിനിറ്റാണ് പ്രസംഗിച്ചത്. ഞാൻ ചോദിച്ചോട്ടെ, എന്റെ പൊന്നു ചങ്ങാതി, 3 കൊല്ലക്കാലം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന ആളുടെ ഓഫീസിലിരുന്ന് ആ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആളല്ലേ? ആ കാലഘട്ടത്തിലല്ലേ 1.5 വർഷക്കാലമായിട്ട് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് ഇത്രയും കൺവിൻസിംഗ് ആയിട്ടുള്ളതാണ് എങ്കിൽ ആ പോലീസിനോടൊന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവരുടെ സർക്കാർ തന്നെ പരാജയപ്പെട്ട ഒരു വിഷയത്തിനകത്ത് വന്നിട്ട് ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ടെന്താ കാര്യം? പിന്നെ മറുപടി ഇല്ല എന്ന് പറഞ്ഞിട്ട് പൊതുയോഗം നടത്തുന്നത് ഞാൻ എന്റെ ജീവിതത്തെ ആദ്യമായിട്ട് കാണുക. ഇതിനേക്കാൾ അഹങ്കരിച്ച മണ്ണുണ്ട് ബംഗാളില്. മറ്റൊരു പാർട്ടി സൂര്യൻ ഉദിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുവാദം വേണമെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബിപിൻ ബോസ് പറഞ്ഞിരുന്ന സ്ഥലമാണ് ബംഗാള്. എന്താ ഇപ്പൊ അവസ്ഥ? സൂര്യൻ ഉദിക്കണമെങ്കിൽ, സൂര്യന്റെ വെളിച്ചം കയറണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുവാദം വേണമെന്ന് പറയുന്ന സ്ഥലത്ത് സൂര്യപ്രകാശത്ത് ഇറങ്ങി നടക്കാൻ ആ പാർട്ടിപ്പെട്ട ഒരുത്തിന് കഴിയുന്നുണ്ടാ? ജനങ്ങൾ കൈവെക്കും. അതേ സാഹചര്യം തന്നെ കേരളത്തിൽ ഇവർ പറയുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടാകും. ബംഗാളിൽ എങ്ങനെയാണോ ഓടി നടന്ന് പകൽ വെളിച്ചത്തിൽ ഇവന്മാർ ജനങ്ങളുടെ തല്ലുകൊണ്ട് കാട്ടിലേക്ക് ഓടുന്നത്, ആ അവസ്ഥ ഒരു 8 മാസം കൂടെ കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഇപ്പൊ ഭരണത്തിന്റെ പേരുള്ള തോന്നിയാസല്ലേ ഇപ്പൊ കാണിക്കുന്നത്. എന്നിട്ട് എന്നെ പക്വത പഠിപ്പിച്ച CPM-ന്റെ ജില്ലാ സെക്രട്ടറി അയാൾ ഇന്നലെ പറഞ്ഞത് പുഷ്പചക്രം വെക്കുമെന്ന്. എന്നിട്ട് ഞങ്ങളുടെ ക്ഷമയിലാണ് നിങ്ങൾ സംഘടനാ പ്രവർത്തനം. ഇവന്മാരുടെ വിചാരം എന്താ? CPM-കാരുടെ ഔദാര്യത്തിലാണോ ഞങ്ങളൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്? ആരെയും മരി മരട്ടുന്നത്? CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞല്ലോ ഇനിയും വന്ന പുഷ്പചക്രം വെക്കുമെന്ന്. ഞാൻ ഇനിയും വരും കണ്ണൂരിൽ. അങ്ങനെ പുഷ്പചക്രം വെക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ വെക്കട്ടെ എന്റെ നെഞ്ചത്ത്. ജനിച്ചാൽ എന്നായാലും മരിക്കണം. അത് പാർട്ടിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മരിക്കുന്നെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, അഭിമാനമേ ഉള്ളൂ. KK രാഗേഷ് പുഷ്പചക്രമായിട്ട് വരട്ടെ.